ചെയ്യുന്ന ഒരു തമ്പുരാൻ, താഴെ അവന്റെ നിസ്സാരക്കാരനായ ദാസനായ ഒരടിമ. ഈ അടിമക്കും ഉടമക്കുമിടയിൽ വിഘ്നങ്ങളില്ല, ഈ അടിമക്കും ഉടമക്കുമിടയിൽ തടസ്സങ്ങളില്ല. തൗഹീദിന്റെ മാധുര്യമേ, ഹുബ്ബുൻ നബിയുടെ സുഗന്ധമേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹ്ദി മദീനയിലെത്തും. മഹ്ദി സിറിയക്കും ഇറാഖിനും ഇടയിലുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കും. റസൂലുള്ള പറയാണ്, ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കണ്ടേ? അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ പറയാൻ ആർക്കായി ലോകത്ത് ധൈര്യം ഉണ്ടാവുക? സിറിയ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തുണ്ട്. അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ലോകത്ത് നാളെ മനുഷ്യന്മാർ മനസ്സിലാക്കും. ഇറാഖ് ലോകത്തുണ്ട്. ഇന്ന് ഇറാഖിന്റെ ചരിത്രം എന്ന് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കുക. ഇന്ന് ഇറാഖിന്റെ സ്ഥിതി മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. എന്നിട്ട് ഇമാം മഹ്ദി, ഇന്ന് സിറിയയുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ പൊളിറ്റിക്സിൽ സിറിയ എവിടെ നിൽക്കുന്നത്? ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ സിറിയ നിൽക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടുത്ത കാലത്ത് ഒരു പാർലമെന്ററി സംഘത്തിൽ സിറിയയിൽ പോകാൻ ഈ വിനീതന അവസരം ഉണ്ടായിരുന്നു. സിറിയയിലും ജോർഡാനിലും ഈജിപ്തിലും, ഈ 3 രാജ്യങ്ങളിൽ പോയത് അംബിയാ മുർസലീങ്ങളുടെ നാട്ടിലേക്ക് പോയ അനുഭവമാണ് എന്റെ മനസ്സിലുണ്ടാക്കിയത്. തൂര് സീനാ മല, അസ്ഹാബുൽ കഹ്ഫ് കടന്നുറങ്ങിയ ഗുഹ, അങ്ങനെ ചരിത്രം മുഴുവൻ കാണപ്പെട്ട സ്ഥലങ്ങൾ, 12 അരുവികൾ മൂസാ നബിയുടെ ജനതയ്ക്ക് ഒഴുകിയ സ്ഥലം. ബാറക്കല്ലാഹ്. ഒരു മലയുടെ മുകളിൽ മഗ്രിബിന്റെ നേരത്ത് ഇങ്ങനെ പോയി ഇന്നപ്പോ മരിക്കണവരെ മറക്കൂല. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഇതിന്റെ കൂടെയുള്ള സഹോദരന്മാര് കാണിച്ചു തന്നു. അപ്പോ ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ. മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങാൻ പോണ സമയമാണ്. ഈ മലന്റെ അപ്പുറത്ത് നോക്കിയാൽ താവെ ചാവുകടൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു മുക്കിക്കൊന്ന സ്ഥലം. അതിന്റെ തൊട്ടപ്പുറത്ത് ബൈത്തുൽ മുഖദ്ദസിന് മഗ്രിബിന് ശേഷം വെളിച്ചം തിളങ്ങാണ്. അതൊരു മലക്ക് ഇപ്പുറത്ത് നിന്നിട്ട് കാണുകയാണ്. ബാറക്കല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ സിറിയ ഇന്ന് നിൽക്കുന്ന എവിടെയാ? സിറിയ എന്ന് ഓരോ ദിവസവും പത്രത്തിൽ വാർത്തയാണ്. എന്തിന്റെ പേരിൽ? ലോക വൻശക്തിയുടെ ഏകധ്രുവാധിപത്യത്തെ അല്പമെങ്കിലും ധൈര്യത്തോടുകൂടി അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്ന കുറച്ച് രാജ്യങ്ങളിൽ ഒരു രാജ്യം. അതുകൊണ്ട് സിറിയയിലൂടെ ഇറാഖിലൂടെ ഇമാം മഹ്ദി സഞ്ചരിക്കും. ജൂതന്മാർ നേരിടാൻ വരും. എവിടെയാണ് ഈസാ നബി ഇറങ്ങാൻ പോണത് എന്ന് പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം. ഞെട്ടിത്തരിക്കേണ്ടതാണ്. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലുമായിട്ട് ഏറ്റുമുട്ടാൻ ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്താഗതനാകും. ഈസാ നബി 2 മലക്കിന്റെ ചിറകിൽ ഡമാസ്കസിലെ, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്മേൽ ഇറങ്ങുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് മരിക്കണ ഒരാൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് പിന്നെ ഈ ലോകത്ത് സത്യത്തെ മുറുകെ പിടിക്കാൻ വേറെ ഒരു ആലംബ ആവശ്യമുണ്ടോ? എത്ര കൃത്യമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ്. 1500 കൊല്ലം മുമ്പ് ഡമാസ്കസിലെ വെള്ളമിനാരത്തില്, മസ്ജിദിന്റെ മിനാരത്തില് ഈസാ നബി ഇറങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ഡമാസ്കസിൽ മസ്ജിദുമില്ല, ഡമാസ്കസിൽ ദീനൊട്ട് എത്തിയിട്ടില്ല. സിറിയയില് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെയും ഏറ്റുമുട്ടലാണ്. ഷാം എന്നാണ് സിറിയയുടെ പേര് അന്നും ഇന്നും അറബിയിൽ. അങ്ങനെയാണ്. എന്നാൽ പിന്നീട് അവിടെ ദീനെത്തി. ഡമാസ്കസിൽ ഒരു കൂറ്റൻ മസ്ജിദ് ഉയർന്നു. അതിനൊരു മിനാരമുണ്ട്. കിഴക്ക് ഭാഗത്ത് തന്നെ മിനാരുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിനീതന മസ്ജിദിന്റെ മിനാരത്തിലൂടെ, അതിന്റെ പരിസരത്തൂടെ, അതിന്റെ മെഹ്റാബിലൂടെ, അതിന്റെ മിമ്പറിലൂടെ പുണ്യ റസൂൽ ഈസാ നബി ഇറങ്ങുന്നു പറഞ്ഞ മിനാരം, ആ മിനാരത്തിന്റെ അടുത്ത് ആലോചന നിമഗ്നനായി നിന്നത് ഈ മദീനയിലേക്കുള്ള പാതയുടെ സമയത്ത് ഓർത്തു പോവുകയാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് പട്ടണത്തിലെ വലിയ ജുമുഅ മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിന്മേൽ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ മസീഹുല്ലാഹ് ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, കൈഫ നഅരിഫുഹു, ഈ ഈസ ഇറങ്ങി വരുമ്പോൾ ഇത് നബിയാണ് ഈസയാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഞങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അന്നത്തെ സഹാബത്ത് ചോദിക്കണം, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് ഈസാ നബിയാണ്? അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈഹിസ്സിയമൽ അംബിയാ ഇദാ റഅയ്തുമു അരിഫ്തുമു.
അമ്പിയാക്കളുടെ അടയാളം ഈസയുടെ കൂടെ ഉണ്ടാവും. കണ്ടാൽ തന്നെ നിങ്ങൾ തിരിച്ചറിയും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാൽ തന്നെ തിരിച്ചറിയെങ്കിൽ പിന്നെ അടയാളത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇദാ റഅയ്തുമൂ അരിഫ്തുമൂ, കാണേണ്ട സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. എന്തായിരിക്കില്ലേ ലോകത്തിന്റെ സ്ഥിതി? മനുഷ്യന്റെ നെഞ്ചത്ത് കയറി നിൽക്കുന്ന ഏകാധിപതികളാൽ പാവപ്പെട്ട ജനങ്ങൾ ആർത്തട്ടഹസിക്കുന്ന ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഈ സംഭവ വികാസങ്ങളുടെ ഗതി എന്തായിരിക്കും? പാവപ്പെട്ട ഓമന മക്കളുടെ അപ്പത്തിന്റെ ചട്ടിയിൽ ബോംബിട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും രാത്രി ടെലിവിഷൻ വാർത്തയിൽ വന്ന് അട്ടഹസിക്കുന്ന ഏകാധിപത്യ സർവാധിപതികളുടെ ക്രൂരദംഷ്ട്രങ്ങളിൽ കിടന്ന് ഈ ലോകത്തെ പാവങ്ങളും മർദ്ദിതരും ബലഹീനരും ചൂഷിതരും പാവപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും. ഇറാഖിലെ കുട്ടി കുവൈത്തിൽ ആശുപത്രിയിൽ വലത്തേ കൈയില്ല, ഇടത്തേ കൈയില്ല, വലത്തേ തൊടല്ല, ഇടത്തേ തൊടല്ല. എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നത് ഇറാഖിന്റെ കയ്യിൽ ഒരു മാരകായുധം ഉണ്ടായിട്ടില്ല. മുതലാളിത്തത്തിന്റെ അധികാരങ്ങളുടെ അമരസ്ഥാനത്തിരിക്കുന്നവരുടെ വിചാരം തങ്ങളുടെ സിംഹാസനങ്ങൾ എത്രയോ ഉന്നതമാണെന്നാണ്. അല്ലാഹുവിന്റെ സിംഹാസനമല്ലാതെ ഈ ലോകത്തേത് സിംഹാസനത്തിനാണ് നിലനിൽപ്പുള്ളത്? ഈ പാഠം നിങ്ങൾ പഠിച്ചോ? പാവം മനുഷ്യരെ മാനം കെടുത്തുന്നവരാരോ അവരൊക്കെ മാനം കെടേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അപമാനത്തിലേക്ക്, അവർ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തേണ്ടവരാണ്. മാനം മര്യാദക്ക് ജീവിക്കുന്ന രാജ്യങ്ങളെ ചെന്ന് തകർക്കുകയും ആ രാജ്യങ്ങളുടെ ഭരണാധികാരിയെ മാനം കെടുത്തുകയും അവിടുത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന ഏകാധിപതി ഇന്നല്ലെങ്കിൽ നാളെ പാഠം പഠിക്കേണ്ടതാണ്. അത് ഫിർഔന്റെ പാഠമാണ്, അത് ഖാറൂന്റെ പാഠമാണ്, അത് ഹാമാനെ കണ്ട, നമ്രൂദിനെ കണ്ട, ഫിർഔനെ കണ്ട, അബൂജഹലിനെ, ഉത്ബത്തിനെ, ശൈബത്തിനെ, എത്രയെത്ര അധികാരികൾ, എത്രയെത്ര ഉന്നതന്മാരെന്ന് അവകാശപ്പെട്ടവർ എല്ലാവരും നിലകൊണ്ട ഈ ഭൂമി ഒരേകാധിപതിക്ക് വേണ്ടിയും ആകാശം പിന്നെ കരഞ്ഞിട്ടില്ല. പക്ഷേ പഠിക്കേണ്ട പാഠം എല്ലാവർക്കും പഠിക്കാനൊരവസരമാണ്. സദ്ദാമിനോട് ചെയ്തതൊരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത കടുത്ത മഹാപാതകം. പക്ഷേ നിസ്സഹായനായിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ കയറ്റിയിട്ട് രക്തമെടുത്തിട്ട് നീ തന്നെയോ സദ്ദാം എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ താൻ ഭരിച്ച നാട്ടിൽ തനിക്കുണ്ടായത്. എത്ര പെട്ടെന്നാണ് രാവ് പകലാകുന്നത്, എത്ര പെട്ടെന്നാണ് പകല് രാവാകുന്നത്. അല്ലാഹുവിന്റെ ആധിപത്യമാണ്. അങ്ങനെ ഈ ലോകത്ത് മർദ്ദിതരും പാവപ്പെട്ടവരും കഷ്ടപ്പെടുമ്പോൾ മർദ്ദിതർക്ക് നീതി കൊടുക്കുന്ന ഒരു തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നീതി